കേരളത്തിന്റെ സാംസ്കാരിക ഇടങ്ങളിലൊന്നായ പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂരിൽ പച്ചപ്പും ശാന്തതയും സമന്വയിക്കുന്ന ഒരിടമുണ്ട്. അവിടം നൂറ്റാണ്ടുകളുടെ പഴമ പേറുന്ന ഒരു പുണ്യസങ്കേതമാണ് കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഒരാരാധനാലയം എന്നതിലുപരി മലബാറിന്റെ തനത് കാവു പാരമ്പര്യത്തിന്റെയും ഊർജ്ജസ്വലമായ പ്രാദേശിക സംസ്കാരത്തിന്റെയും ജീവിക്കുന്ന പ്രതീകമാണ് ഈ ക്ഷേത്രം. പാർവതീദേവിയുടെ അവതാരമായ ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും മൂർത്തിഭാവമായ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ കാവ് ഭക്തരുടെ വിശ്വാസത്തിനും നാടിന്റെ ചരിത്രത്തിനും ഒരുപോലെ സാക്ഷ്യം വഹിക്കുന്നു. വെറുമൊരു നിർമ്മിതിയല്ല കടപ്പറമ്പത്തുകാവ്. അത് തലമുറകളായി കൈമാറി വരുന്ന ഐതിഹ്യങ്ങളുടെയും പാരമ്പര്യ കലകളുടെയും അചഞ്ചലമായ ഭക്തിയുടെയും സംഗമസ്ഥാനമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം തേടി പുരാതന കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ കേരളീയ രാജവംശങ്ങളുടെ ഭരണകാലവും പ്രാദേശിക വിശ്വാസങ്ങളുടെ ആഴവും നമുക്ക് ദർശിക്കാനാകും. ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പാലക്കാടൻ ഗ്രാമങ്ങളുടെ സാമൂഹിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി കടപ്പറമ്പത്തുകാവ് എങ്ങനെ നിലകൊള്ളുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏതൊരു പുരാതന ക്ഷേത്രത്തെയും പോലെ കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിന്റെയും നിർമ്മാണത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രവും വാമൊഴിയായി പകർന്നു പോന്ന ഐതിഹ്യങ്ങളുമുണ്ട്. ലഭ്യമായ ചരിത്രരേഖകളനുസരിച്ച് ഈ പുണ്യസങ്കേതം പണി കഴിപ്പിച്ചത് അന്നത്തെ ഭരണാധികാരികളായിരുന്ന കോലത്തിരി രാജാക്കന്മാരായിരുന്നു. വടക്കൻ കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയവരാണ് കോലത്തിരിമാർ. അവരുടെ ഭരണപരിധി പലപ്പോഴും വിസ്തൃതമായിരുന്നു. അധികാരവും ആധിപത്യവും നിലനിർത്തുന്നതിൽ ക്ഷേത്ര നിർമ്മാണങ്ങൾ അവർക്ക് വലിയ പങ്ക് വഹിച്ചിരുന്നു. രാജാക്കന്മാർ തങ്ങളുടെ ശക്തിയും ദൈവാനുഗ്രഹവും പ്രകടിപ്പിക്കാനായി ദേവീദേവന്മാർക്കായി ക്ഷേത്രങ്ങൾ പണിതു. കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രവും ഈ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഉടലെടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതനത്തിൽ ഈ 3 തറവാട്ടേര്, ഒരു തറവാട്ട് ഉടുങ്ങാട്ട് തറവാട്, അതുപോലെ പയങ്കുളത്ത് തറവാട്, അതുപോലെ തന്നെ ഈ വയ്യാട്ട് തറവാട്, ഈ 3 തറവാട്ടിലും പണ്ട് ഈ പൊന്നാനയ്ക്ക് ഈ വാവ് കുളിക്കാൻ കാലഘട്ടത്തിൽ നടന്നു പോണ കാലഘട്ടമായിരുന്നു. അങ്ങ് ബാഹുബലിക്ക് പോയ സമയത്ത് കാക്കുടയായിട്ടാണ് അവർ പോകുന്നത്. ആ പോകുന്ന കാലഘട്ടം അവിടെ പോയി കടൽത്തീരത്ത് വന്ന് ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് കയറി പോരാൻ നേരത്ത് കുട എടുത്തപ്പോൾ കുട കിട്ടുന്നില്ല ആ കാരണവർക്ക്. അപ്പോൾ കാരണവർ പറഞ്ഞു, അന്ന് വയ്യാട്ട കാരണവർ പറഞ്ഞു, ഈ കടപ്പറമ്പി കുടപ്പുറത്ത് പോന്നോട്ടെ പറഞ്ഞ്. അപ്പോൾ കുട പൊക്കിയപ്പോൾ കുട പോന്നു. അങ്ങനെ ആ കുടയായിട്ട് അവർ പോന്ന് ഈ കിഴക്കോട്ട് തിരിഞ്ഞ് നടന്ന് ഇങ്ങനെ പോരുമ്പോൾ പല സ്ഥലത്തും നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ അവർ പോന്നിരുന്നു. 3 കുടുംബക്കാർ, 3 കുടുംബത്തിലെ കാരണന്മാർ അങ്ങനെ പോന്നിരുന്ന കാലഘട്ടത്തിൽ പല പിന്നെ ഇവിടെ ഒരു പാടം, എന്താ ഒരു പൊന്തയുണ്ട്. ആ പൊന്തയിൽ അവിടെ ഇരുന്നിട്ട് മുറുക്കി തുപ്പി അതിനുശേഷം അവർ കയറി പോകുന്നു. പിന്നെ അതുപോലെ തന്നെ വാക്കനാർ കുടുംബത്തിൻ്റെ അവർ 2-3 കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെ അവിടെ വന്ന് ചോദിച്ചു, ഇവിടെ ഇരിക്കാൻ സമ്മതമാണോന്ന്. അപ്പോൾ അവർ ഇവിടെ സമ്മതം, ഇവർ ഈ കുലത്തൊഴിലായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ വർഷത്തിലൊരു ദേവിക്കൊരു കലശം നടത്തിക്കോളാം എന്നുള്ള ഒരു ആജ്ഞ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അവർ വടക്കോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവിടെ ശാസ്ത്ര അയ്യപ്പ ക്ഷേത്രം ഇവിടെ കാണുന്നത്. അപ്പോൾ ആ കാണുന്ന സമയത്ത് അപ്പോൾ എന്നാൽ അവിടെ ആവാം എന്ന് വിചാരിച്ചിട്ട് പോന്നു. അവിടെ നിന്ന് പോന്നപ്പോൾ ഈ ഇവിടെ ആജ്ഞാപിച്ചപ്പോൾ, ദേവനോട് ആജ്ഞാപിച്ചപ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് ഇരുന്നോളൂ ഇരിക്കുകയാണെന്നുള്ള ഒരു അരുൾപ്പാട് ഉണ്ടായി. ആ അരുൾപ്പാടും മുഖാകം ഉണ്ടായത് കാരണം ഈ പിന്നെ വയ്യാട്ട് കാരണവർ അതിന് ആ ദേവി സാന്നിധ്യത്തെ അവരെ മച്ചിൽ കുറേ കാലം ആരാധിച്ചു. അതിന് അവർ ഈ ദേശക്കാരും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മണ മേധാവിത്വമുള്ള കാലഘട്ടമായതുകൊണ്ട് അവിടെ 2 പിന്നെ ഇല്ലക്കാരും ഇതിൽ ഭാഗപാത്രമായി, ഒരാളത്വം ഉണ്ടായി. അങ്ങനെ 4 ഊരാളന്മാരാണ് ഈ ദേവിക്കുള്ളത്. 2 പിന്നെ നായർ കുടുംബവും 2 ബ്രാഹ്മണ കുടുംബവും. ഈ ക്ഷേത്രത്തിന്റെ പ്രാചീനത പാലക്കാടൻ ഗ്രാമങ്ങളുടെ സാമൂഹിക ഘടന രൂപീകരിക്കുന്നതിൽ കാവുകൾക്കും ക്ഷേത്രങ്ങൾക്കുമുണ്ടായിരുന്ന പ്രാധാന്യം വിളിച്ചോതുന്നു. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിലും കൃഷിയിലും ഉത്സവങ്ങളിലുമെല്ലാം ഭഗവതിയുടെ സാന്നിധ്യം എത്രത്തോളം നിർണായകമായിരുന്നു എന്നും ചരിത്രം പറയുന്നു. ചരിത്രപരമായ വിവരങ്ങൾക്കപ്പുറം ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നിലനിൽക്കുന്ന ചില ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു.
ഒരു ഐതിഹ്യമനുസരിച്ച് ഭഗവതി ദേവി സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത്. മറ്റൊരു കഥ ഭഗവതിയുടെ ശക്തി തിരിച്ചറിഞ്ഞ കോലത്തിരി രാജാവ് തന്റെ പ്രജകൾക്കായി ആ ദേവതയെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. ഐതിഹ്യങ്ങളിൽ പലപ്പോഴും സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ക്ഷേത്രത്തിന്റെ ഊർജ്ജസ്വലമായ അന്തരീക്ഷവും പ്രതിഫലിക്കാറുണ്ട്. ഇന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രത്തിന്റെ ഭരണവും ദൈനംദിന കാര്യങ്ങളും നടക്കുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ പ്രാദേശിക പ്രാധാന്യവും കേരളീയ ക്ഷേത്ര ഭരണ സംവിധാനത്തിലെ സ്ഥാനവും അടിവരയിടുന്നു. 2022 ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്നത്. ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്ന സമയത്ത് വളരെയേറെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലരും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം ഒട്ടനവധി പുരോഗമനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് നടത്താനായിട്ട് ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടുണ്ട്. അന്ന് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷവും ഇതേമാതിരി 3 ദിവസത്തെ 10 പേര് കമ്മിറ്റി പോയിട്ടാണ് ഇവിടുത്തെ ഭരണകാര്യങ്ങൾ ഇവിടെ പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിന്റെ കാതൽ മുഖ്യപ്രതിഷ്ഠയായ ഭഗവതി ദേവിയാണ്. ശക്തിയുടെയും ഭദ്രകാളിയുടെയും ഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന ഭഗവതി ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നവളും ഭക്തർക്ക് ഐശ്വര്യവും സൗഭാഗ്യവും നൽകുന്നവളുമായാണ് ആരാധിക്കപ്പെടുന്നത്. ഭഗവതിയെ ഇവിടെ പാർവതി ദേവിയുടെ അവതാരമായാണ് ആരാധിക്കുന്നത്. ഭഗവതി എന്ന വാക്ക് തന്നെ ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും മൂർത്തിഭാവത്തെ സൂചിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ആരാധനാക്രമങ്ങൾ മറ്റ് ഭഗവതി ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെ ശക്തി ഉപാസനയ്ക്ക് പ്രാധാന്യം നൽകുന്നു. പുലർച്ചെ മുതൽ രാത്രി വരെയുള്ള പൂജകൾക്കും നിവേദ്യങ്ങൾക്കും കൃത്യമായ ചിട്ടകളുണ്ട്. പ്രധാനമായും രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നിങ്ങനെ 3 നേരങ്ങളിലായുള്ള ത്രികാല പൂജകൾ ദേവിയുടെ 3 നേരത്തെ ഭാവങ്ങളെ സങ്കല്പിച്ചാണ് നടത്തുന്നത്. വഴിപാടുകളിൽ പ്രധാനമായവ ദേവിയുടെ വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തി അലങ്കരിക്കുന്നതും സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകവുമായ ചന്ദന ചാർത്തൽ, വിവിധ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭക്തരുടെ ആഗ്രഹ സാഫല്യത്തിനായി പുഷ്പങ്ങൾ അർപ്പിക്കുന്ന പുഷ്പാഞ്ജലി എന്നിവയാണ്. ഈ പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിലെ അന്തരീക്ഷത്തിൽ ഭക്തിയുടെയും ദൈവികമായ ഊർജത്തിന്റെയും പ്രവാഹം നിലനിർത്തുന്നു. ഇവിടെ പ്രധാനപ്പെട്ട വഴിപാട് പറയുന്നത് മഞ്ഞളാട്ടും, പിന്നെ പണപ്പായസം, വിളക്കുമാല, പുഷ്പാഞ്ജലിയാണ്. അപ്പോൾ വിവാഹങ്ങൾ നടക്കാറുണ്ട്. അത് നടക്കാതെ വരുമ്പോൾ പട്ടും താലിയും നടക്കിൽ സമർപ്പിക്കാറുണ്ട്. പറ വഴിപാടുകൾ, നെല്ല്, അരി, ശർക്കര, ഇങ്ങനെ എല്ലാ വഴിപാടുകളും നടത്തുന്നുണ്ട്. ക്ഷേത്ര സങ്കല്പത്തിന്റെ പൂർണ്ണതയ്ക്കായി മുഖ്യപ്രതിഷ്ഠയോടൊപ്പം തന്നെ ഹൈന്ദവ പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഉപദേവതാ സങ്കല്പങ്ങളും കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിലുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടത് ധർമ്മശാസ്താവായ അയ്യപ്പനാണ്. ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതിരൂപമായ അയ്യപ്പനെ ആരാധിക്കുന്നത് ദുരിതത്തിൽ നിന്ന് മുക്തി നേടുന്നതിനും മനസമാധാനത്തിനും ഉത്തമമായി കരുതുന്നു. രണ്ടാമതായി വിഘ്നേശ്വരനായ ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. എല്ലാ തടസ്സങ്ങളും നീക്കി കർമ്മങ്ങൾക്ക് വിജയം നൽകുന്ന ദേവനായതുകൊണ്ട് തന്നെ ഏത് പൂജകൾക്കും ചടങ്ങുകൾക്കും മുമ്പ് ഗണപതിക്ക് ഇവിടെ പ്രഥമ സ്ഥാനം നൽകുന്നു. ഈ ഉപദേവതാ പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന് ഒരു സർവ്വദേവതാ സാന്നിധ്യം നൽകുകയും ഇത് കൂടുതൽ ഭക്തരെ ആകർഷിച്ച് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രശസ്തിയുടെ കിരീടത്തിലെ അമൂല്യരത്നമാണ് അതിന്റെ വാർഷികോത്സവമായ കടപ്പറമ്പത്ത് കാവുവേല. പാലക്കാടൻ ഗ്രാമങ്ങളുടെ ആഘോഷ സംസ്കാരത്തെയും ഭക്തിയുടെ തീവ്രതയെയും പരമ്പരാഗത കലാരൂപങ്ങളെയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു മഹാമാമാങ്കമാണിത്. മലയാള മാസം കുംഭത്തിലെ 2ാമത്തെ ചൊവ്വാഴ്ചയാണ് ഈ ഉത്സവം കൊടിയേറുന്നത്. വിളവെടുപ്പിന്റെയും ഐശ്വര്യത്തിന്റെയും ഈ സമയം ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനും നാടിന് നല്ല കാലം നേരുന്നതിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെയും ആഘോഷങ്ങളുടെയും നാളുകളാണ്. കടപ്പറമ്പത്ത് കാവുവേലയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും കണ്ണിന് കുളിർമയേകുന്നതുമായ കാഴ്ച ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പ്രത്യേക ഘോഷയാത്രകളാണ്. ഇവ കേവലം ഘോഷയാത്രകളല്ല, മറിച്ച് പ്രാദേശിക കൂട്ടായ്മയുടെയും സാംസ്കാരിക പ്രതിബദ്ധതയുടെയും പ്രകടനങ്ങളാണ്. ഈ വേലയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് മനോഹരമായി അലങ്കരിച്ച കാളകളുടെ രൂപങ്ങൾ ക്ഷേത്ര പരിസരത്തേക്ക് എഴുന്നള്ളിക്കുന്ന കാളവേലയാണ്. കൃഷിയുടെയും കാർഷിക സംസ്കാരത്തിന്റെയും പ്രതീകമായ കാളകളെ ഇങ്ങനെ ആദരിക്കുന്നത് ഗ്രാമീണ ജീവിതത്തിലെ ഭഗവതിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. ഈ രൂപങ്ങൾ ഉണ്ടാക്കാനും അലങ്കരിക്കാനും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശ്രമം ഓരോ ഗ്രാമക്കാരും എടുക്കുന്നു. ഇത് അവരുടെ ഭക്തിയുടെയും കലാപരമായ കഴിവിന്റെയും പ്രതീകമാണ്. കേരളീയ ക്ഷേത്രോത്സവങ്ങളുടെ ജീവനാഡിയായ പഞ്ചവാദ്യവും ചെണ്ടമേളവും ഈ ഘോഷയാത്രകൾക്ക് ആവേശം പകരുമ്പോൾ താളത്തിന്റെ മാസ്മരികതയിൽ ക്ഷേത്ര പരിസരം അക്ഷരാർത്ഥത്തിൽ ആടിത്തിമിർക്കുന്നു. ഈ ഘോഷയാത്രകൾ ഒരുമയുടെയും പങ്കാളിത്തത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്.
ഓരോ ഗ്രാമവും തങ്ങളുടെ വേലയെ മികച്ചതാക്കാൻ മത്സരിക്കുന്നത് ഒടുവിൽ ക്ഷേത്രോത്സവത്തിന് കൂടുതൽ ശോഭ നൽകുന്നു. എല്ലാ വർഷവും കുംഭമാസം ആദ്യത്തെ ചൊവ്വാഴ്ച വേല കൊടിയേറ്റവും രണ്ടാമത്തെ ചൊവ്വാഴ്ച വേല ഉത്സവമാണ് നടക്കുന്നത്. അത് ഓരോ പ്രദേശത്തു നിന്നും പള്ളിപ്പുറം ദേശത്തു നിന്ന് ചെങ്ങണംകുന്ന് പ്രദേശത്തു നിന്ന് വേല വന്ന് ആദ്യം ഇണക്കാളകൾ അപ്പോൾ പഴയ കാലത്ത് വന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വളരെ ഭംഗിയോടുകൂടിയുള്ള ഇണക്കാളകൾ 7, 8, 9 പള്ളിപ്പുറം ദേശത്തിൻ്റെ കാളകളുണ്ടാവും. അതിനുശേഷം കിഴായൂർ ദേശത്തിൻ്റെ കാളകളാണ് ഈ ദേവിയെ വണങ്ങാൻ. അത് ഏകദേശം ഒരു 20-21 ജോഡി കാളകളുണ്ടാവും. അതുപോലെ തന്നെ അതിന് ശേഷം പള്ളിപ്പുറം ദേശത്തിൻ്റെ ഓങ്ങല്ലൂർ ദേശത്തിൻ്റെ ഇണക്കാളകൾ ദേവിയെ വണങ്ങാൻ അവരും ഒരു 20-25 ഉപകമ്മിറ്റികളാണ് ഓരോ അത് നിരവധി വാദ്യങ്ങൾ, ഓരോ കാളയ്ക്കും ഓരോ വാദ്യങ്ങളായിട്ടാണ് വളരെ ആഘോഷത്തോടു കൂടിയാണ് അത് ഇറക്കുക. വേലയുടെ സാംസ്കാരിക പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പരമ്പരാഗതവുമായ ഒന്നാണ് തോൽപ്പാവക്കൂത്ത്. തോലിൽ നിർമ്മിച്ച പാവകളെ ഉപയോഗിച്ച് കളിവിളക്കിന്റെ വെളിച്ചത്തിൽ പ്രത്യേക പശ്ചാത്തല സംഗീതത്തോടും സംഭാഷണത്തോടും കൂടി രാമായണ കഥ അവതരിപ്പിക്കുന്ന ഒരു പുരാതന കലാരൂപമാണിത്. ഇത് കേവലം വിനോദം മാത്രമല്ല, ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആചാരമാണ്. ദേവിയുടെ സന്നിധിയിൽ രാമായണ കഥ അവതരിപ്പിക്കുന്നത് ഐശ്വര്യപ്രദമായി കരുതുന്നു. ഈ ആചാരം ക്ഷേത്രത്തിന്റെ സാംസ്കാരിക കൈമാറ്റത്തിലുള്ള പങ്കിനെയാണ് എടുത്തു കാണിക്കുന്നത്. തോൽപ്പാവക്കൂത്ത് പോലുള്ള കലാരൂപങ്ങൾ അവയുടെ തനത് രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് കടപ്പറമ്പത്തുകാവ്. കടപ്പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ കടപ്പറമ്പത്തുകാവ് വേലയ്ക്ക് പുറമെ മറ്റ് നിരവധി പ്രധാന ഉത്സവങ്ങളും ആചാരങ്ങളും ആഘോഷിക്കപ്പെടുന്നു. ഇവ ഓരോന്നും ഭഗവതിയുടെ അനുഗ്രഹം തേടാനും ഹൈന്ദവ പാരമ്പര്യത്തെ നിലനിർത്താനും സഹായിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം വളരെ ഭക്തിപൂർവ്വം ആചരിക്കുന്നു. ഈ ദിവസം പ്രത്യേക പൂജകളും വഴിപാടുകളും ഹോമങ്ങളും നടത്തുന്നു. ഇത് ക്ഷേത്രം സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കുകയും ദേവിയുടെ ശക്തിയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അന്നദാനവും മറ്റ് സാമൂഹിക സേവനങ്ങളും ഈ ദിവസത്തെ പ്രത്യേകതകളാണ്. വിജയദശമി നാളിൽ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഈ ചടങ്ങ് വിദ്യാദേവിയായ സരസ്വതിയുടെ അനുഗ്രഹം നേടാൻ ഉത്തമമായി കരുതുന്നു. ഇത് ക്ഷേത്രത്തിന് സാമൂഹിക തലത്തിലുള്ള പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായ പ്രാധാന്യം നൽകുന്നു. വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള 41 ദിവസത്തെ മണ്ഡലകാലം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടും മറ്റ് ദേവീദേവന്മാർക്ക് പ്രത്യേക ആരാധനകൾ അർപ്പിക്കുന്നതിലൂടെയും ക്ഷേത്രത്തിൽ പ്രധാനമാണ്. അയ്യപ്പൻ ഉപദേവതയായതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ പ്രത്യേക പൂജകൾ നടത്തുന്നു. ഈ ഉത്സവങ്ങളും ആചാരങ്ങളും ഭക്തർക്ക് വർഷം മുഴുവനും ദേവിയുമായി ഒരു ബന്ധം നിലനിർത്താൻ അവസരം നൽകുന്നു. കടപ്പറമ്പത്തുകാവ് ക്ഷേത്രം കേവലം ആരാധനയുടെ കേന്ദ്രം മാത്രമല്ല, അത് ഓങ്ങല്ലൂർ ഗ്രാമത്തിന്റെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു കൂടിയാണ്. വേലക്കാലത്ത് ക്ഷേത്രോത്സവം ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവ് നൽകുന്നു. കച്ചവടക്കാർ, കരകൗശല വിദഗ്ധർ, കലാകാരന്മാർ, അന്നദാനം നടത്തുന്നവർ എന്നിവർക്ക് ഇത് വരുമാനമാർഗമാണ്. ഒരു സാമ്പത്തിക വിശകലനം നടത്തിയാൽ ഉത്സവത്തിന്റെ ദിവസങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങൾ പ്രാദേശികമായി ഒരു ഉത്സവ സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നു എന്ന് കാണാം. തോൽപ്പാവക്കൂത്ത് പോലുള്ള പരമ്പരാഗത കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ക്ഷേത്രം കേരളത്തിന്റെ തനത് കലാപാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത് കലാകാരന്മാർക്കൊരു വേദിയൊരുക്കുകയും കലയെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. വിവിധ ജാതി മത വിഭാഗക്കാർക്ക് ഉത്സവത്തിൽ പങ്കെടുക്കുന്നതും ഘോഷയാത്രകൾക്ക് വേണ്ടി ഒന്നിക്കുന്നതും സാമൂഹിക സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ക്ഷേത്രം ഗ്രാമത്തിലെ ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു പൊതു ഇടമായി വർത്തിക്കുന്നു. കടപ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം അതിന്റെ ചരിത്രപരമായ ആഴം കൊണ്ടും സാംസ്കാരിക വൈവിധ്യം കൊണ്ടും ഊർജ്ജസ്വലമായ ഉത്സവ പാരമ്പര്യം കൊണ്ടും പാലക്കാടിന്റെ പൈതൃക ഭൂപടത്തിൽ തന്റേതായ ഒരിടം അടയാളപ്പെടുത്തിയിരിക്കുന്നു. കോലത്തിരി രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഇന്നുവരെ ഈ കാവ് അനേകം തലമുറകളുടെ വിശ്വാസത്തിനും പ്രതീക്ഷകൾക്കും ആചാരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഭഗവതി ദേവി ഇവിടെ ഭക്തർക്ക് ശക്തിയും വേലയാഘോഷങ്ങൾ നാടിന് ഐശ്വര്യവും സന്തോഷവും നൽകുന്നു. ചരിത്രകാരന്മാർക്കും കലാസ്നേഹികൾക്കും സാധാരണ ഭക്തർക്കും ഒരുപോലെ കടപ്പറമ്പത്തുകാവ് ഒരു തുറന്ന പുസ്തകമാണ്. ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിക്കും കേരളീയ തനിമയുടെയും ഹൈന്ദവ ആചാരങ്ങളുടെയും ഗ്രാമീണ കൂട്ടായ്മയുടെയും ഊഷ്മളമായ അനുഭവം സ്വന്തമാക്കാനാകും. പാലക്കാടൻ മണ്ണിൽ ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും വിളക്കുമാടമായി കടപ്പറമ്പത്തുകാവ് ഇനിയും തലമുറകളോളം പ്രശോഭിച്ചു നിൽക്കുമെന്നതിൽ സംശയമില്ല.